എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ സ്പീക്കർ കണക്ഷൻ കൊടുക്കുമ്പോൾ അതിലേക്ക് കൊടുക്കുന്ന വയർ നമ്മൾ സാധാരണ സ്പീക്കർ വയറാണോ അതോ ഇലക്ട്രിക്കലിന് ഉപയോഗിക്കുന്ന വയറാണോ, ഏത് വയർ കൊടുക്കുന്നതായിരിക്കും നല്ലത്? അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തും അറിയിക്കുക. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വയറാണ് സ്പീക്കർ വയർ എന്ന് പറഞ്ഞ് നമുക്ക് കടകളിലും അതുമണം ഓൺലൈൻ സൈറ്റുകളിലും മേടിക്കാൻ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു വയറിൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒട്ടുമിക്ക സ്പീക്കർ വയറിലും ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും ഈ ഒരു വയറിൻ്റെ പുറത്ത് പ്രിൻ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതായത് ഇതിൻ്റെ ഗേജ് എത്രയാണ്, ഇതിന് ISA മാർക്കുണ്ടോ തുടങ്ങിയ ഒരു കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒട്ടുമിക്ക സ്പീക്കർ വയറുകളിലും കാണാൻ സാധിക്കുന്നില്ല. അവിടെ തന്നെ ഇതിനൊരു ക്വാളിറ്റി പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഇപ്പോൾ 1 വർഷം തികഞ്ഞ ഒരു സ്പീക്കർ വയറാണ്. പക്ഷേ ഇത് മൊത്തം തന്നെ പോയിരിക്കുകയാണ്. അതായത് 5 സ്പീക്കറിലേക്ക് കൊടുത്ത വയറിൽ 4 വയറും നിലവിലെ കണക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറേ കമ്പികളൊക്കെ നമ്മുടെ പൊടിഞ്ഞു വയയിൽ ഇരിക്കുകയാണ്. അതായത് നമ്മൾ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് ഈ വയറിൻ്റെ ഒരു കമ്പി കഷ്ണങ്ങളും കാണാൻ സാധിക്കില്ല. വയർ ഒരു പൊടിഞ്ഞു പോയിരിക്കുകയാണ് അവിടെ. അതാണ് ഈ ഒരു ഊരും പേരും ഇല്ലാത്ത സ്പീക്കർ വയർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പം. പക്ഷേ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ വയർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ ബ്രാൻഡിൻ്റെ നെയിമുണ്ട്, അത് എത്രയാണ്, അതിൻ്റെ അളവുണ്ട്, ISA മാർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ കാലം ലൈഫും കിട്ടും. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് സാധാരണ ഇലക്ട്രിക്കലിന് ഉപയോഗിക്കുന്ന ആ ഒരു വയറാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു 3/4 വയറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ 2-3 വീട്ടിലും ഇപ്പോൾ നിലവിൽ 1 സ്ക്വയറിൻ്റെ വയറാണ് യൂസ് ചെയ്യുന്നത്. അവിടെ അത് യൂസ് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അതുകൊണ്ട് സ്പീക്കർ വയറൊന്നും മേടിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് 1 സ്ക്വയറിൻ്റെ വയർ അവിടെ ബാലൻസ് ഉണ്ടായിരുന്നു, അത് വെച്ചങ്ങ് ചെയ്തു. അവിടെ യാതൊരു ഇത് കുഴപ്പമില്ല, പക്കയായിട്ട് വർക്കാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ വയർ ഉപയോഗിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വയർ. നമ്മൾ 3/4 ഇഞ്ചിൻ്റെ നമ്മൾ സാധാരണ ഇലക്ട്രിക്കലിന് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ വയർ ഉപയോഗിക്കുമ്പോൾ 2 കളർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പാകത്തിന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കണം. കാരണം സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ സൗണ്ടിലൊക്കെ പല മാറ്റങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്. അതുകൊണ്ട് ഒന്നെങ്കിൽ 2 കളർ ഇലക്ട്രിക്കൽ വയർ ഓടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവും നെഗറ്റീവും തിരിച്ചറിയാൻ പാകത്തിന് ടേപ്പ് അടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്ക് കൊടുത്തോ അടയാളപ്പെടുത്തിയിടുക. പിന്നെ ലെഫ്റ്റും റൈറ്റും ഫ്രണ്ട് ചാനലും ബാക്ക് ചാനലൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കുക. സ്പീക്കർ വയർ നമ്മൾ വലിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, എവിടെയെങ്കിലും നമ്മളിത് ജോയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു രീതിയിലും പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കൂട്ടിമുട്ടാൻ പാകത്തിന് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോം തിയേറ്റർ ആണെങ്കിലും ആമ്പാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഷോർട്ട് ആവാണ്ടും നമ്മുടെ കണക്ഷൻ ലൂസ് ആവാണ്ടും നല്ല ടൈറ്റായിട്ട് നീറ്റായിട്ട് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നിങ്ങളുടെ ഓരോ അറിവും നമുക്കും അതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടതാണ്.